നല്ല പ്രൈസിലൊക്കെ നല്ല വീടുകൾ കാക്കനാടിന്റെ അടുത്തൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങിയതേ. പക്ഷെ മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 75 ലക്ഷത്തിന് ഒരു 3 ബെഡ്റൂമിന്റെ വീടും 85 ലക്ഷത്തിന് 4 ബെഡ്റൂമിന്റെ വീട് നിങ്ങൾക്ക് നെഗോഷ്യബിൾ പ്രൈസിൽ മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന റോഡ് കണ്ടല്ലോ, നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. ഒരേ സമയത്ത് 2 കാറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പാസ് ചെയ്ത് പോകാനുള്ള വലിയ വൈഡ് ആയിട്ടുള്ള റോഡ് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. പ്യുവർലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീട് എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ വെറും 700 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. 2 വീടുകളുണ്ട്, 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 3 ബെഡ്റൂമിന്റെ വീടാണ്. 3.5 സെന്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ലാവിഷായ സ്പേസ് ആണ്. 3.5 സെന്റിലൊക്കെ 2 കാർ പാർക്കിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള കാറുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീടിന്റെ എലിവേഷനൊക്കെ ഒന്ന് കണ്ടോളൂ. ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെയിന്റ് ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡും ആയിട്ടാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ ഷോ ലൈറ്റും വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് മെയിൻ ഗേറ്റ് വരുന്നത്. നമ്മുടെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ സ്റ്റോൺസും കോബിൾ സ്റ്റോൺസും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയ കാർ പോർച്ച് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ്. ഇന്നോവയേക്കാൾ വലിയ ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാം. ഒരു കാർ അവിടെയും. 3.5 സെന്റിൽ 2 കാറുകളും വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്ന വീടുകൾ കുറവാണ്. നമുക്ക് ഇവിടെ അത് പോസിബിൾ ആണ്. നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ മെറ്റൽ ഷിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണറ് കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ഏരിയ കാണാം. അതിന്റെ വർക്കുകളും കൂടി നമുക്ക് ഇനി ഫിനിഷ് ചെയ്യാനുണ്ട്. കാർപോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് ഇട്ടിട്ടുണ്ട്. അവിടെയും മെറ്റൽ ഷിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ, മെയിൻ റോഡിൽ നിന്ന് വെറും 700 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 12, ആലുവയിലേക്ക് 8.8 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്റർ. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. മുകളിലൊക്കെ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്ത വലിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഒരു 4 ചെയറൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. മെയിൻ ഡോർ ഇതുപോലൊരു ഡിസൈനിലാണ്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ്. നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള വലിയൊരു ലിവിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ടി വി വെക്കാനുള്ള സ്പേസ് ഇവിടെ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ കൂടി നമുക്ക് ഈ വീടിന്റെ തീരാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമാണ് കിട്ടുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ്. പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 14.9 ഫീറ്റ് ആണ് ഡൈനിങ് ഹാളിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ഭംഗിയായിട്ട് നല്ല ഓർഡറിലാണ് നമ്മുടെ LED സ്ട്രിപ്പുകളുടെ വർക്കുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു പാർട്ടീഷൻ കാണാം. അതിനപ്പുറത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ നോക്കിയാൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 14.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഡിസൈനുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കിക്കോളൂ. ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ്. ഗ്രേ കളറില് ഭംഗിയായിട്ടുള്ള ടൈലുകൾ, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നല്ല ഭംഗിയായിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് നല്ല വുഡൻ ആയിട്ടാണ്. ലൈറ്റ് ഫിറ്റിംഗ് നോക്കിക്കോളൂ. ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വളരെ ഭംഗിയാണ്. കൗണ്ടർ ടോപ്പ് നമുക്ക് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബീജ് ആണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മിഡിൽ പോർഷനിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിന് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ആ സ്പേസിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയ ഒരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വോളുകൾ 2 എണ്ണം വലിയത് കിട്ടുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈനും കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. യൂട്ടിലിറ്റി ഏരിയ ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വലിയ ഒരു ഏരിയ തന്നെ യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. റൂഫും സൈഡും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് മുകളിലേക്ക് എടുത്ത് നോക്കിയാൽ കാണാം സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുമ്പോൾ 14.5-10 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ്. ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. എല്ലാം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ബാക്കി സിംഗിൾ വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. റൂഫിലാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈൻസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലും നല്ല ഭംഗിയുള്ള കളറുകളാണ് ടൈലുകൾക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമും സ്പേഷ്യസ് ആണ്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 12.5-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇവിടെയും റൂഫ് നോക്കിയാൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ്. ഇവിടെയും നല്ല ഡിസൈനർ ഡോർ തന്നെയാണ് കിട്ടുന്നത്. ടൈലുകളെല്ലാം ഒരേ യൂണിഫോം പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടി കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാൽക്കണി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫിന്റെ ഗ്ലാസും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകൾ ആവശ്യത്തിന് തന്നെ കിട്ടുന്നുണ്ട്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ബസ് റൂട്ടിന് നോക്കുവാണെങ്കിൽ 700 മീറ്ററും. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീതിയുള്ള ടൈൽ റോഡാണ് ഫ്രണ്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 വീടുകൾ സെയിലിനായിട്ടുണ്ട്. 4 ബെഡ്റൂമിന്റെ ഉണ്ട്, 3 ബെഡ്റൂമിന്റെ ഉണ്ട്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് 3 ബെഡ്റൂമിന്റെ വീടാണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.5 ആണ് ലാൻഡ് വരുന്നത്. 1595 സ്ക്വയർ ഫീറ്റ് ആണ്. 3.5 സെന്റിൽ 1595 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 വലിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ്, കിണർ വെള്ളം, യൂട്ടിലിറ്റി ഏരിയ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 75 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് മാർബിൾ ഹോംസ് അല്ലാതെ ആര് തരും? അതും നെഗോഷ്യബിൾ പ്രൈസിൽ. ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ അതും തീർച്ചയായിട്ടും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം 4 ബെഡ്റൂമിന്റെ ആണ് വേണ്ടതെങ്കിലോ 4 സെന്റ് സ്ഥലത്താണ് അത് വരുന്നത്. 85 ലാക്സ് ആണ്. 1945 സ്ക്വയർ ഫീറ്റും. അപ്പോൾ 75, 85 എന്നിങ്ങനെയുള്ള പ്രൈസുകൾ 3 ആൻഡ് 4 BHK 2 വീടുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്തിട്ടാൽ ഞങ്ങൾ എന്താണെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ടാട്ടോ. കാക്കനാട് ഭാഗത്ത് അന്വേഷിച്ചാൽ അറിയാം, വീടുകൾ വളരെ പെട്ടെന്ന് സെയിൽ ആവുകയാണ്. അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന വീടുകൾ പോലും സെയിലായി പോവുകയാണ്. കാരണം കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു മഹാനഗരം ഡെവലപ്മെന്റ്സിന്റെ ഹൈപ്പ് നിൽക്കുന്നത് കൊണ്ട് എറണാകുളം, കാക്കനാട്, കളമശ്ശേരി ഏരിയകളെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ കിട്ടാനില്ല. അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൈസിൽ വീടുകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കിക്കോളും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.